ഗസയിൽ നിന്ന് വരുന്നത് ഹൃദയഭേദകമായ വാർത്തകളും ദൃശ്യങ്ങളുമാണ്. വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും പിടിയിലാണ് ഗാസയിലെ ജനങ്ങൾ. മനുഷ്യനിർമ്മിതമായൊരു പ്രതിസന്ധിയെ നേരിടുകയാണ് ഗാസ. ഗാസയിലെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ മനുഷ്യരെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. വീടിന് മുകളിൽ ഒരു വിമാനം വട്ടമിടുന്നു. അത് ഭക്ഷണപ്പൊതികൾ വിതറാനാണോ അതോ ബോംബുകൾ വർഷിക്കാനാണോ എന്നറിയില്ല. ഈ ഭീതിയിൽ ഓരോ നിമിഷവും തള്ളി നീക്കുകയാണ് ഗസയിലെ മനുഷ്യർ. കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 660 ദിവസങ്ങൾക്കുള്ളിൽ 60,000-ലധികം ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടു. ജീവനോടെ ഉള്ളവർക്ക് വിശപ്പാണ് ശത്രു. ഏകദേശം 39% ഗാസക്കാർ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിയുന്നു. 16% കുട്ടികൾക്ക് തീവ്രമായ പോഷകാഹാരക്കുറവുണ്ട്. 120-ലധികം കുട്ടികൾ വിശന്നു മരിക്കുന്നു. ഈ കാഴ്ചകൾ ഹൃദയം തകർക്കുന്നതാണ്. ഐക്യരാഷ്ട്രസഭയും മുന്നറിയിപ്പ് നൽകുന്നു. 2025 ഗാസ കൊടും ക്ഷാമത്തിൻ്റെ പിടിയിലകപ്പെടും. ക്ഷാമം എന്ന വാക്ക് ഇപ്പോൾ അപൂർവമായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 2011 സൊമാലിയ, 2017 ദക്ഷിണ സുഡാൻ, 2024 സുഡാൻ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇതിനു മുമ്പ് ക്ഷാമം പ്രഖ്യാപിക്കപ്പെട്ടത്. ഗാസ അടുത്തതാകാമെന്നാണ് ഐക്യരാഷ്ട്രസഭ നൽകുന്ന മുന്നറിയിപ്പ്. ഗാസയിലെ ക്ഷാമം പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണ്. ഭക്ഷണമോ സാധനങ്ങളോ കുറവല്ല. പ്രശ്നം അവ ഗാസയിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്തിടെ വരെ ഇസ്രായേൽ എല്ലാ സഹായവും തടഞ്ഞിരുന്നു. എന്നാൽ ആഗോള സമ്മർദ്ദത്തിന് വഴങ്ങി ചില ട്രക്കുകൾ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ സത്യം നിഷേധിക്കുന്നു. അവരുടെ പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: ഗാസയിൽ വിശപ്പില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ മാനുഷിക സഹായം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാന സഖ്യകക്ഷിയായ ഡൊണാൾഡ് ട്രംപ് പോലും ഈ വാദം വിശ്വസിക്കുന്നില്ല. ചില കുട്ടികൾ ശരിക്കും വിശന്ന് മരിക്കുന്നുണ്ട്. ഞാനത് കാണുന്നു. അത് അവഗണിക്കാൻ കഴിയില്ല എന്നാണ് ട്രംപ് പറയുന്നത്. വിഷയത്തിൽ കൂടുതൽ ഇടപെടുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തു. സഹായം തീർത്തും അപര്യാപ്തമാണ്. ഞായറാഴ്ച 120 ട്രക്കുകളാണ് ഗസയിൽ പ്രവേശിച്ചത്. തിങ്കളാഴ്ച 80 എണ്ണം മാത്രമാണ് പ്രവേശിച്ചത്. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധർ പറയുന്നത് ഗാസയ്ക്ക് ദിവസവും 500 മുതൽ 600 വരെ ട്രക്കുകൾ വേണമെന്നാണ്. ട്രക്കുകൾക്ക് പുറമെ ജോർദാൻ, UAE, ഇപ്പോൾ ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സഹായം നൽകുന്നുണ്ട്. പക്ഷേ ഇത് ഗസയിലെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ലോകം ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഗാസക്കാർക്ക് ഭക്ഷണം നൽകണമെന്നാണ് ലോകം മുഴുവൻ ആവശ്യപ്പെടുന്നത്. ഗാസയിലെ ദുരിതത്തിന് കാരണം ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ യുദ്ധമാണ് കാരണം. ആഗോള വികാരം ഇസ്രായേലിനെതിരെ തിരിയുന്നു. നെതർലാൻഡ് ഇസ്രായേലിനെ ഒരു സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിച്ചു. അവരുടെ മന്ത്രിമാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി. UK പ്രധാനമന്ത്രി സ്റ്റീർ സ്റ്റാമർ ഒരു സമാധാന പദ്ധതി ചർച്ച ചെയ്യാൻ തൻ്റെ മന്ത്രിസഭയെ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ വലിയ സഖ്യകക്ഷിയാണ് UK. ഈ നീക്കം ലോകവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഐക്യരാഷ്ട്രസഭ ഒരു പ്രത്യേക സമ്മേളനം നടത്തി. ഫ്രാൻസും സൗദി അറേബ്യയും നേതൃത്വം നൽകി. ലക്ഷ്യം 2 രാഷ്ട്ര പരിഹാരമാണ്. ഡസൻ കണക്കിന് രാജ്യങ്ങൾ പങ്കെടുത്തു. എന്നാൽ ഇസ്രായേലും US പിന്മാറി. സൗദി അറേബ്യ ട്രംപിനോട് ഇടപെടാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനോട് ഇസ്രായേലിൻ്റെ സാമ്പത്തിക ഉപരോധം നീക്കാൻ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമാധാന ശ്രമം വിജയിക്കുമോ? അത് 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഒന്ന്, പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആത്മാർത്ഥമായ ശ്രമമാണോ ഇത്? അതോ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം മാത്രമാണോ ഇത്? തന്ത്രമാണെങ്കിൽ ഇസ്രായേൽ എതിർക്കും. 2, US പിന്തുണ നൽകുമോ എന്നതാണ്. ട്രംപിൻ്റെ സമീപകാല പരാമർശങ്ങൾ ഇസ്രായേൽ നേതൃത്വവുമായുള്ള അകൽച്ചയെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പലസ്തീനെ അംഗീകരിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ല US. ഈ UN സമ്മേളനത്തെ ട്രംപ് PR നാടകം എന്നാണ് വിളിച്ചത്. അത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലിൻ്റെ യുദ്ധം ഒരു വൈരുദ്ധ്യമാണ്. സൈനികമായി അവർ ഹമാസിനെയും ഇറാൻ്റെ സഖ്യകക്ഷികളെയും ദുർബലപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയമായി അവർ പരാജയപ്പെടുന്നു. ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സമാധാന കരാറിനെ തടസ്സപ്പെടുത്തുക, പലസ്തീൻ രാഷ്ട്രത്തിനായി വാദിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. ആദ്യം ഹമാസിൻ്റെ ആക്രമണത്തിൻ്റെ ക്രൂരത കാരണം ലോകം ഇസ്രായേലിനൊപ്പമാണ് നിന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. പാലസ്തീൻ രാഷ്ട്രത്തിനായുള്ള ആഗോള പിന്തുണ വർദ്ധിക്കുന്നു. മിക്ക രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ യുദ്ധത്തിനെതിരാണ്. US മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്.